ടോപ്പ് പ്ലസ് ചാനലിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. 5ാം ക്ലാസ്സിൽ ടോപ്പ് പ്ലസ് ലഭിക്കാൻ സഹായകമാകുന്ന പാഠഭാഗങ്ങളാണ് ഈ ചാനലിൽ വിവരിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, 5ാം ക്ലാസ്സിലെ ഫിഖ്ഹിലെ 2ാം പാഠത്തിൻ്റെ തദ്രീബാത്താണ് പ്രതിപാദിക്കുന്നത്. ഇതിൽ 1, 2, 3, 4 സെക്ഷനായിട്ടാണ് തദ്രീബാത്ത് വന്നിട്ടുള്ളത്. അതിൽ ഒന്നാമത്തത് നമുക്കൊന്ന് ചർച്ച ചെയ്യാം. നിസ്കാരം നിർവഹിക്കണം എങ്ങനെ? നിസ്കാരം എങ്ങനെയാണ് നിർവഹിക്കേണ്ടത്? അതിന് പാഠത്തിൽ കൊടുത്തിട്ടുള്ള ഉത്തരം: അശുദ്ധികൾ, നജസുകൾ എന്നിവയിൽ നിന്നെല്ലാം ശുദ്ധി വരുത്തി ഭക്തിയോടെ അത് നിർവഹിക്കണം. അത് നിർവഹിക്കണമെന്ന് നിസ്കാരം നിർവഹിക്കണം. അതാണ് അതിൻ്റെ ഉത്തരം. 2ാമത്തെ ചോദ്യം: സർവനാശവും അവർക്കാണ്, ആർക്ക് എന്നാണ്. അപ്പോൾ അതിന് ഉത്തരം പറയുന്നത്: നിസ്കാരം സമയം വിട്ട് ബന്ധിക്കുന്നവർക്കാണ് സർവനാശവും എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. 2ാമത്തെ പാരഗ്രാഫിലാണ് അതിൻ്റെ ഉത്തരമുള്ളത്. 3ാമത്തെ ചോദ്യം: കാരണമില്ലാതെ നിസ്കാരം ഖളാ ആയവന് വാജിബാണ് എന്ത്? അതിൻ്റെ ഉത്തരമായിട്ട് ഇതിൽ പറയുന്നത് എന്താണ്? 3ാമത്തെ പാരഗ്രാഫിൽ 2ാമത്തെ വരി പറയുന്നു: കാരണമില്ലാതെ ഖളാ ആയ നിസ്കാരം ഉടനെ തന്നെ ഖളാ വീട്ടൽ വാജിബാണ്. പാഠത്തിൽ നിർബന്ധമാണ് എന്നാണ്. ചോദ്യം വാജിബ എന്ത് എന്നാണ്. അപ്പോൾ ഉത്തരം വാജിബിൻ്റെ അർത്ഥമാണ് നിർബന്ധം, കേട്ടോ. ഇനി 4, കുട്ടികളുടെ നോമ്പിൻ്റെ വിധി എന്ത്? അപ്പോൾ 7 വയസ്സായ കുട്ടികളോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം എന്ന് ഈ പാഠത്തിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ തൊട്ട് താഴെ പറയുന്നുണ്ട് ഇതുപോലെ തന്നെയാണ് നോമ്പിൻ്റെയും വിധി. അഥവാ 7 വയസ്സായ നിസ്കാരം കൊണ്ട് കൽപ്പിക്കുകയും 10 വയസ്സായ നിസ്കരിക്കുന്നതിൻ്റെ പേരിൽ അടിക്കുകയും ചെയ്യണം. അത് രക്ഷിതാക്കളുടെ മേൽ വാജിബാണ്. അപ്പോൾ ഇതേപോലെ തന്നെ 7 വയസ്സായാൽ നോമ്പ് കൊണ്ട് കൽപ്പിക്കുകയും 10 വയസ്സായാൽ നോമ്പ് നോറ്റില്ലെങ്കിൽ അവരടിക്കുകയും ചെയ്യണം. അതാണ് ഇസ്ലാമിൻ്റെ വിധി. ഇനി അടുത്തത് ഓർമ്മിക്കുക എന്നതാണ്. ഓർമ്മിച്ചാൽ മതി. ചിലപ്പോൾ അത് ചോദ്യമായിട്ടും വരും. നിസ്കാരം വാജിബാണ് ആർക്ക്? അപ്പോൾ നിസ്കാരം വാജിബാണ് ആർക്ക് എന്നാണ്. അപ്പോൾ ഇതിൽ പറയുന്നുണ്ട് എന്താണ്? എല്ലാ മുഖല്ലഫായ മുസ്ലിമിനും നിസ്കാരം നിർബന്ധമാണ്. അത് നമ്മൾ കഴിഞ്ഞ പാഠത്തിലാണ് പഠിച്ചിട്ടുള്ളത്, അല്ലേ? എല്ലാ മുഖല്ലഫായ ആൾക്കും എന്താണ്? നിസ്കാരം നിർബന്ധമാണ്. അല്ലെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിലായിരിക്കും നമ്മളത് പഠിച്ചത്. അപ്പോൾ അത് ഓർത്ത് നോക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ആ ചോദ്യം തന്നിട്ടുള്ളത്. അടുത്തത് നിങ്ങൾക്ക് ഓർക്കാൻ പറയുന്നത് സുബ്ഹ് നിസ്കാരം ഖളാ ആകും എപ്പോൾ? ഒന്ന് ആലോചിച്ചാൽ മതി. സുബ്ഹ് നിസ്കാരം രാവിലെയാണ്. സൂര്യൻ ഉദിക്കുന്നത് വരെയാണ് അതിൻ്റെ സമയം, അല്ലേ? ഫജ്ർ സ്വാദിക്ക് മുതൽ സൂര്യൻ ഉദിക്കുന്നത് വരെ അതിൻ്റെ സമയം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അത് ഓർത്ത് നോക്കാനാണ്. അപ്പോൾ സുബ്ഹ് നിസ്കാരം ഖളാ ആകും എപ്പോൾ? സൂര്യൻ ഉദിച്ചാൽ സുബ്ഹ് നിസ്കാരം ഖളാ ആകും. ഇനി 3ാമത്തെ പറയുന്നത് എന്താണ്? സ്കൂളിലെ നിങ്ങളുടെ മുസ്ലിം സുഹൃത്ത് കൃത്യസമയത്ത് നിസ്കരിക്കുന്നില്ല എങ്കിൽ അവനെ നന്നാക്കാൻ നിങ്ങൾ നടത്തുന്ന സംഭാഷണം ഭാവനയിൽ നിന്ന് എഴുതുക. അപ്പം നിങ്ങളെ കൂട്ടുകാരാരെങ്കിലും നിസ്കരിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ അവരോട് നിസ്കരിക്കാൻ വേണ്ടിയൊക്കെ പറയുന്ന ഒരു സംസാരം ഉണ്ടല്ലോ. എടാ, നീ നിസ്കരിക്കണം, നിസ്കരിച്ചില്ലെങ്കിൽ ഭയങ്കര കുറ്റാണ്, നിനക്കെന്താ നിസ്കരിക്കാൻ പണി, നീ വിചാരിച്ചാൽ അത് നടക്കുമല്ലോ, നീ പഠിച്ചിട്ടില്ലേ, നിസ്കാരം സമയം വിട്ട് ബന്ധിക്കുന്നവർക്ക് വലിയ ശിക്ഷയുണ്ട്, നിസ്കരിക്കാത്തവനൊരു വിലയുമില്ല എന്ന് നീ പഠിച്ചിട്ടില്ലേ എന്നെല്ലാം പറഞ്ഞ് അവനെ നിസ്കാരത്തിലേക്ക് ക്ഷണിക്കുന്ന ഒരു സംഭാഷണം നിങ്ങളോട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഒരു സെക്ഷനാണ് 3ാമത്തേത്.
ഇനി നാലാമത്തേത് നമുക്ക് പഠിക്കാമെന്നാണ്. എന്താ നാലാമത്തേത്? ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. അതിൻ്റെ അർത്ഥം നിശ്ചയമായും മുഅ്മിനീങ്ങൾ വിജയിച്ചിരിക്കുന്നു, അവർ നിസ്കാരത്തിൽ ഭയഭക്തിയുള്ളവരാണ് എന്നാണ്. അപ്പോൾ അത് പ്രത്യേകമായിട്ട് ഓർക്കുക. അതൊരു പക്ഷേ ടോപ്പ് പ്ലസിലേക്ക് വരുന്ന ഒരു ചോദ്യമായിട്ട് നമുക്ക് കണക്കാക്കാം. ഖദ് അഫ്ലഹൽ മുഅ്മിനൂന അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. നമസ്കാരത്തിൽ ഭയഭക്തിയുള്ള മുഅ്മിനീങ്ങൾ വിജയിച്ചിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ രണ്ടാം പാഠത്തിലെ തദ്രീബാത്തിൽ ഉള്ളത്. ഇൻഷാ അല്ലാഹ് ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. മൂന്നാമത്തെ പാഠം ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല രീതിയിൽ പഠിച്ച് നല്ല മാർക്ക് വാങ്ങി നല്ല വിജയം നേടുകയും ജീവിതത്തിൽ പഠിച്ചത് പകർത്തുകയും ചെയ്യുന്നവരും അല്ലാഹു ഉൾപ്പെടുത്തട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.